ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള മധുരയിലാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മധുരയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ട്രാവൽ വ്ളോഗ് അല്ല, ഒരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇനി ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് തെപ്പക്കുളം, ഒരു വലിയ കുളം. അതിൻ്റെ ഒത്ത നടുക്കായ ഒരു ക്ഷേത്രം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. തിരുമലൈ നായ്ക്കർ മഹാൽ നിർമ്മിക്കുന്നതിനായി ഈ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുകയും അതിനുശേഷമുണ്ടായ വലിയ കുഴിയാണ് പിന്നീട് ഈ കുളമായി മാറ്റിയത്. ഈ കുളത്തിന് ചുറ്റുമായാണ് ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. വൈകുന്നേരം 6 മണിയാവുമ്പോഴേക്കും ഇവിടുത്തെ കടകളെല്ലാം സജീവമായി തുടങ്ങും. ആദ്യം ഞാൻ ട്രൈ ചെയ്തത് തെങ്ങിൻ്റെ കൂമ്പാണ്. നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും മധുരയിൽ പല സ്ഥലങ്ങളിലും ഉന്തുവണ്ടികളിലായി ഇത് വിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഇതിൻ്റെ വില. ചെറിയൊരു മധുരത്തോടു കൂടിയ ഹെൽത്തി ആയിട്ടൊരു സംഭവമാണ് ഈ തെങ്ങിൻ്റെ കൂമ്പ്. ഇതുപോലെ തന്നെ പനങ്കൂമ്പും ഇവിടെ കിട്ടാറുണ്ട്, പക്ഷെ ഇന്നത് കണ്ടില്ല. രണ്ടാമതായി നമ്മൾ ട്രൈ ചെയ്തത് തട്ടുവടയാണ്. ഇത് വെജ് തട്ടുവടയും മുട്ട തട്ടുവടയും ഉണ്ട്. ഞാൻ മുട്ട തട്ടുവടയാണ് ട്രൈ ചെയ്തത്. ക്യാരറ്റും ബീട്രൂട്ടും മുട്ടയെല്ലാം വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. 30 രൂപയാണ് ഇതിൻ്റെ വില. 4 പീസ് വടയാണ് ഒരു സെറ്റിൽ ഉണ്ടാകുന്നത്. പിന്നീട് കുറച്ചു നേരം അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. ഇവിടെ ഫുഡ് ഷോപ്സ് മാത്രമല്ല, ടോയ്സ്, ഗെയിംസ് ഒക്കെ ആയിട്ട് കുറേ ചെറിയ ചെറിയ കടകൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ട്രൈ ചെയ്തത് കാടമുട്ട സ്റ്റിക്കാണ്. ഒരച്ചിലേക്ക് 5 കാടമുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു സ്റ്റിക്ക് വെച്ച് മസാലയും സോസ് എല്ലാം ചേർത്ത് കിട്ടുന്ന ഒരു ഐറ്റം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സോസ് ഒഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിയത്. 50 രൂപയാണ് ഇതിൻ്റെ വില. അടുത്തത് 10 രൂപയ്ക്ക് 3 വെറൈറ്റി വട കിട്ടുന്ന ഒരു കടയിലേക്കാണ് പോയത്. ആ പച്ച കളറിൽ കാണുന്നതാണ് കീരവട, അതായത് ചീരവട. മധുരയിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. അവരിതിൻ്റെ കൂടെ ഇട്ട് തരുന്ന പൊടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഈ ഒരു 3 വെറൈറ്റി വടയ്ക്കും കൂടിയിട്ട് വരുന്നത് 10 രൂപയാണ്. പിന്നെ ട്രൈ ചെയ്തത് സോയ ചങ്ക്സ് ഫ്രൈ ആണ്. 2 ഡിഫറെൻറ്റ് കളറിലായി മസാല പുരട്ടി ഫ്രൈ ചെയ്ത് തരുന്ന ഒരു ഐറ്റം. 40 രൂപയാണ് ഇതിൻ്റെ വില. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ സോയ ചങ്ക്സ് ഫ്രൈ. പിന്നീട് കഴിച്ചതൊരു വെറൈറ്റി ആയിട്ടാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം ട്രൈ ചെയ്യുന്നത്. പാൽക്കടമ്പ്. പശു പ്രസവിച്ച ശേഷമുള്ള ആദ്യത്തെ കട്ടിയുള്ള പാല് വെച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റം. ഇവിടെ ഇത് 2 ഫ്ലേവറിൽ അവൈലബിൾ ആയിരുന്നു, കോക്കനട്ട് ഫ്ലേവറിലും ബദാം ഫ്ലേവറിലും. ഞാൻ കോക്കനട്ട് ഫ്ലേവറാണ് ട്രൈ ചെയ്തത്. അടിപൊളിയായിരുന്നു. 50 രൂപയാണ് ഇതിൻ്റെ വില. ഇവിടെ ഇതൊക്കെ കൂടാതെ പാനിപൂരി, ഷവർമ, ഡോണറ്റ്, പുട്ട്, ന്യൂഡിൽസ്, ബ്രെഡ് ഓംലെറ്റ് പോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് മാത്രമാണ് ട്രൈ ചെയ്തത്. അവസാനം ഒരു ഐസ്ക്രീമും കഴിച്ച് ഇന്നത്തെ ഈ ചെറിയ ഫുഡ് വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മധുരയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ മധുര മീനാക്ഷി ക്ഷേത്രം മാത്രം കണ്ടുപോകാതെ തെപ്പക്കുളത്തേക്കെല്ലാം വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.